റെയിൽവേ പുറമ്പോക്കിലെ മാലിന്യ കൂമ്പാരം രോഗഭീതി പടർത്തുന്നു. കുണ്ടറ മുക്കട റെയിൽവേ സമാന്തര റോഡിൽ റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപത്താണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത്. മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. റെയിൽവേ പുറമ്പോക്കിലെ മാലിന്യ കൂമ്പാരമാണ് പ്രദേശവാസികളെ രോഗഭീതിയിലാഴ്ത്തുന്നത്. മുക്കട റെയിൽവേ സമാന്തര റോഡിൽ റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപത്താണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത്. റെയിൽവേയുടെ പാരലൽ റോഡ് ഭാഗത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. പല പ്രാവശ്യം ഇത് കൊണ്ടിട്ടത് നമ്മൾ പല പ്രാവശ്യം ചെന്ന് കാണുകയും പോലീസുകാരെ കൊണ്ടുവന്ന് കാണിക്കുകയും ഇവർ വണ്ടികളൊക്കെ അവിടെ നിന്ന് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് നീക്കം ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുകയാണിത്. നമുക്കൊരു ക്യാമറ വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. റെയിൽവേയുടെ പെർമിഷൻ കിട്ടുവാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഹോട്ടൽ മാലിന്യം മുതൽ അറവശാലയിലെ മാലിന്യം വരെ ചാക്കിൽ കെട്ടി തള്ളിയ നിലയിലാണ്. മാലിന്യം അഴുകി പ്രദേശമാകെ രൂക്ഷഗന്ധമാണ്. മൂക്കുപൊത്താതെ ഇതുവഴി കടന്നുപോകാൻ കഴിയില്ല. ദുർഗന്ധം കൂടുമ്പോൾ മാലിന്യം നിക്ഷേപിക്കുന്നവർ തന്നെ കൂനയ്ക്ക് തീയിടും. അതോടെ പുക പ്രദേശമാകെ വ്യാപിക്കും. പലപ്പോഴും എൻ്റെ തന്നെ പല വാർഡുകളിൽ ഇതേപോലെ ചെയ്യുന്നത് പഞ്ചായത്ത് അധികാരികളും പോലീസുകാരും ചേർന്ന് നീക്കം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊണ്ടിടുന്നവരെ കണ്ടാൽ തീർച്ചയായിട്ടും അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് യാതൊരു മാറ്റമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം സർക്കാരിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവുകളൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാവാതെ വീണ്ടും ആ ഭാഗത്ത് തന്നെ കൊണ്ടുവന്നിങ്ങനെ റെയിൽവേ പാരൽ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് മൂലം ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പ്ലാസ്റ്റിക് കത്തുന്ന ഗന്ധവും അസഹനീയമാകും. മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന തെരുവ് നായ്ക്കളും പ്രദേശവാസികൾക്ക് ഭീഷണിയാണ്. മഴയാകുന്നതോടെ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് സാംക്രമിക രോഗങ്ങൾ പടരാൻ സാധ്യതയേറെയാണ്. പ്രദേശത്ത് കൊതുക് ശല്യവും രൂക്ഷമാണ്. വാർഡംഗത്തിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ തവണ പോലീസിൽ പരാതി നൽകിയിട്ടും ഇവിടെ മാലിന്യം തള്ളുന്നവരെ പിടികൂടാനായിട്ടില്ല. ഭയങ്കരമായ ദുർഗന്ധമാണ് അവിടെ. ഒരു രീതിയിലും പറ്റുന്നില്ല. നേരത്തെ പോലീസുകാർ വന്ന് ഇതുപോലെ വാഹനത്തിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നത് അവർ നീക്കം ചെയ്യുകയും കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടില്ല. ഇനിയും ഇത് തന്നെ ആരാന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഡംപ് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. പിന്നെ ക്യാമറ വെക്കാൻ നമ്മൾ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൽ കമ്മിറ്റികളിൽ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ റെയിൽവേയുടെ പെർമിഷൻ ഇല്ലാതെ റെയിൽവേ പെർമിഷൻ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും. ഇവിടെ CCTV സ്ഥാപിക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചെങ്കിലും റെയിൽവേയുടെ അനുമതി ലഭിച്ചില്ല. മാലിന്യം തള്ളുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും CCTV സ്ഥാപിക്കുന്നതിനും റെയിൽവേയുടെ ഉന്നത അധികാരികൾക്കുൾപ്പെടെ പരാതി നൽകുമെന്നും വാർഡംഗം സുധാദേവി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.